ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിലേക്ക് സ്വാഗതം. ദയവ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ആവാതെ ഒരു 6-7 മിനിറ്റത്തെ കാര്യമുള്ളൂ. നിങ്ങൾ ദയവ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതൊരു അപേക്ഷയായിട്ട് തന്നെ എടുക്കുക. ഓക്കെ അല്ലേ? ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഒരു പ്രത്യേക കാര്യം നിങ്ങളെ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറേ നാൾ തൊട്ട് ഡിഗ്രി ലെവൽ പ്രിലിമിനറിയുടെ ഒരു ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ എല്ലാ ആഴ്ചയിലും എക്സാം ഒക്കെ നടത്തി റിവൈസ് ചെയ്ത് പോകുന്നുണ്ട്. അത് ഫോളോ ചെയ്യുന്നവരാണ് എല്ലാവരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ചാനലുള്ളവരെല്ലാം തന്നെ ഫോളോ ചെയ്യണം. നല്ലൊരു ടൈം ടേബിൾ ആണെന്ന് ഒരുപാട് റിവ്യൂ ഒക്കെ കിട്ടുന്നുണ്ട്. വളരെയധികം സന്തോഷം. അപ്പോൾ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേര് LDCക്ക് വേണ്ടിയിട്ട് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരാമോ എന്നോട് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് LDCയുടെ സിലബസ് നിങ്ങൾ എല്ലാവരും കണ്ടു കഴിഞ്ഞു. അതിൻ്റെ അകത്ത് സിലബസ് എന്ന് പറയുമ്പം ആർട്ട് ആൻഡ് ലിറ്ററേച്ചറിന് 5 മാർക്ക്, കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ 5, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5, എക്കണോമിക്സ്, ജോഗ്രഫി, ഹിസ്റ്ററി, ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്, ഫിസിക്സ്, കെമിസ്ട്രി, ബേസിക് സയൻസ്, ഇതിനെല്ലാത്തിനും 5 മാർക്ക് 3 മാർക്ക് വെച്ച് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു പോർഷൻ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വാസ്റ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഹിസ്റ്ററി. നമ്മൾ അത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്ര മാർക്കാണ്? 5 മാർക്കാണ് കിട്ടുന്നത് അല്ലേ? അത്രയും പഠിച്ചാലാണ് നമുക്ക് 5 മാർക്ക് കിട്ടുന്നത്. എന്നാൽ എക്കണോമിക്സിൻ്റെ സിലബസ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും വളരെ ചെറിയ ടോപ്പിക്സ് ആണ്, വളരെ വേഗം നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ് എക്കണോമിക്സിനകത്ത്. അവിടെ നിന്നും നമുക്ക് എത്ര മാർക്ക് കിട്ടും? 5 മാർക്ക് കിട്ടും അല്ലേ? എന്നാൽ ആർട്സ് ആൻഡ് സ്പോർട്സിൻ്റെ മേഖലയിലേക്ക് നോക്കുമ്പോഴോ അവിടെയും വാസ്റ്റ് ആയിട്ടുള്ളൊരു സിലബസ് ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. 5 മാർക്കാണ് അവിടെ നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ജോഗ്രഫി ആണെങ്കിലും 5 മാർക്കിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. അപ്പം ഈ പറഞ്ഞ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരുമ്പം ഒരു വീഡിയോ കാണുന്ന കുറേ ആൾക്കാർ, ചിലപ്പോൾ 5000 പേരായിരിക്കാം അല്ലെങ്കിൽ 60,000 പേരായിരിക്കാം, ഓരോരുത്തർക്കും ഓരോ പ്രയോറിറ്റി ഉണ്ടായിരിക്കും. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ നിങ്ങൾക്കൊരു ടൈം ടേബിൾ ബേസ് ചെയ്ത് അങ്ങോട്ട് തന്നിട്ട് കുറേ റിവൈസ് ചെയ്യുക, എക്സാം ഇടുന്നതിനപ്പുറത്തോട്ട് ഇത് നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ കൂട്ടല്ല, കറക്റ്റായിട്ട് PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ആദ്യം ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്ററിയും ജോഗ്രഫിയും അല്ലെങ്കിൽ എല്ലാം ഒന്ന് ഇങ്ങനെ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാർക്ക് കുറവുള്ളത് അവോയ്ഡ് ചെയ്തിട്ട് ബാക്കി കൂടുതൽ മാർക്ക് കവർ ചെയ്യുന്ന ചെറിയ ചെറിയ ടോപ്പിക്സ് ആദ്യം ഉൾപ്പെടുത്തി ഇത്ര ആഴ്ച കൊണ്ട് നമ്മൾ കവർ ചെയ്യണമെന്നാണ് വിചാരിച്ചിരുന്നത്. അത് പിന്നീട് ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് എത്രത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആകും എന്ന് എനിക്കൊരു സംശയമുള്ളത് കൊണ്ടാണ് അത് ഞാൻ പബ്ലിഷ് ചെയ്യാതിരുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, കോവിഡൊക്കെ എല്ലാവർക്കും ചുറ്റും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഫാമിലിയിലും അത് അഫക്റ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോസിൻ്റെ എണ്ണമൊക്കെ കുറച്ച്, അതായത് ഒരാഴ്ചയായിട്ട് ചെറിയ രീതിയിലൊരു കുറവുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദൈവം സഹായിച്ച് വലിയ കുഴപ്പമില്ലാതെ വരുന്നത് കൊണ്ട് ഉടൻ തന്നെ, അതായത് നമ്മൾ നാളെ തൊട്ട് തന്നെ നമ്മൾ പൂർവാധികം ശക്തിയായിട്ട് LDC മെയിൻസിനും ഡിഗ്രി ലെവൽ പ്രിലിമിനറിക്കും വേണ്ടിയിട്ട് വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. എത്രയും പെട്ടെന്ന് നമ്മൾ പറഞ്ഞ വാക്കുകൾ പാലിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കംപ്ലീറ്റഡ് ആക്കുന്നതായിരിക്കും. പിന്നെ ഈ ഒരു വീഡിയോയിൽ പ്രത്യേകമായിട്ട് ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത് LDC മെയിൻസിൻ്റെ ടൈം ടേബിൾ നിങ്ങൾക്ക് ഉടൻ തരാം. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ കമൻറ്റ് ബോക്സിനകത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഏത് രീതിയിലാണ് നിങ്ങൾക്കിപ്പോൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചിട്ട് വേണോ, ഇപ്പോൾ മാർക്ക് കൂടുതൽ മാർക്കുള്ളതും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നതും നമുക്ക് ആദ്യത്തെ ആഴ്ചകളിൽ പഠിച്ചിട്ട് പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോയിട്ട് ഹിസ്റ്ററി പോലെയുള്ള വാസ്റ്റ് ആയിട്ടുള്ള സിലബസും മാർക്ക് വളരെ കുറവുള്ളത് ലാസ്റ്റിലത്തേക്ക് നമുക്ക് മാറ്റി വെക്കുന്ന രീതിയിലുള്ള ടൈം ടേബിൾ ആണോ നിങ്ങൾക്ക് ആവശ്യം? അത് എങ്ങനെയാണ്, അത് എൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം ഞാൻ ടൈം ടേബിൾ നിങ്ങൾക്ക് തരാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം. അല്ലാതെ മനഃപൂർവ്വം ചെയ്യാതിരിക്കുന്നതല്ല. എല്ലാവർക്കും പ്രാക്ടിക്കൽ ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ. ടൈം ടേബിൾ സെറ്റ് ചെയ്താൽ അത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോയേ ഒക്കത്തുള്ളൂ. അതായത് 10 പേരാണെങ്കിൽ 10 പേര് മതി. ആ 10 പേര് ഡെഡിക്കേഷനോട് കൂടിയിട്ട് ആ ടൈം ടേബിൾ അനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഷുവറായിട്ട് പറയുകയാണ്, ഷുവറായിട്ട് നമുക്ക് ഈ ഒരു വർഷത്തിൽ നല്ല റാങ്കോട് കൂടിയിട്ട് പാസ് പറ്റുമെന്ന് ഞാൻ ഷുവർട്ടി തരികയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കമൻറ്റ് ബോക്സ്, അതായത് ഈ കമൻറ്റ് ബോക്സിനകത്ത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അതിനനുസരിച്ച് നമുക്ക് ടൈം ടേബിൾ സെറ്റ് ചെയ്യാം. പിന്നെ വേറെ രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത്, ഇനി പറയുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സയൻസ് വിഷയത്തെ, LDC മെയിൻസിന് സയൻസ് വിഷയത്തെ പറ്റിയിട്ടാണ്.
അവിടെ നിങ്ങൾ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയൊക്കെ സബ്ജക്റ്റ് നോക്കി കഴിയുമ്പം ആ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് നോക്കി കഴിയുമ്പോൾ ഫിസിക്സിനും കെമിസ്ട്രിക്കും കൂടെ 6 മാർക്കാണ് അല്ലേ. ആ 6 മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വേഗത്തിൽ നമുക്ക് വാങ്ങിച്ചെടുക്കാനും പറ്റും. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് വിട്ടിട്ട് ആർട്സ് വിഷയങ്ങളിലേക്ക് പോയ ആൾക്കാരുണ്ട്, ഹ്യൂമാനിറ്റീസും കൊമേഴ്സും ഒക്കെ എടുത്തവരുണ്ട്. അവർക്ക് ബേസിക് ആയിട്ടുള്ള സയൻസ് കുറച്ച് പാടായിട്ട് വരാം. ഓക്കെ ആണല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഫോളോ ചെയ്യാനായിട്ട് ഞാൻ പുതിയൊരു സ്ട്രാറ്റജി ഒന്ന് ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ SCRT ബേസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ ക്ലാസ് വൈസ്, ഇപ്പോൾ 7ാം ക്ലാസ്സിൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലൈറ്റിനകത്ത് 7ാം ക്ലാസ്സിനകത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പോർഷൻ 7ാം ക്ലാസ്സിനകത്ത് ബേസിക്സ് ഓഫ് സയൻസ് ലൈറ്റ് എന്ന് പറയുന്നത് കൊടുക്കുന്നുണ്ട്. ദെൻ 8ാം ക്ലാസ്സിലുണ്ട്, 10ാം ക്ലാസ്സിലുണ്ട്. അത്രയും ആകുമ്പോഴാണ് ലൈറ്റിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് തീരുന്നത്. മിറർ, ലെൻസ് അതുപോലുള്ളതെല്ലാം തീരുന്നത്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, LDC മെയിൻസ്കാർ സ്വന്തമായി SCRT വായിക്കുന്നതിനപ്പുറത്തോട്ട് ഈ സയൻസുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാർക്ക് കൺസെപ്റ്റ് ഉറയ്ക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും ഫിസിക്സിന്. അതുകൊണ്ട് ഞാൻ ഇപ്പം ലൈറ്റ് എടുക്കുകയാണെങ്കിൽ 7ാം ക്ലാസ്സിലെ ലൈറ്റിൻ്റെ ആ പാഠം നിങ്ങൾക്ക് ബോർഡിൽ തന്നെ ക്ലാസ് എടുത്ത് ഉറപ്പിക്കാം. കൺസെപ്റ്റ് നന്നായിട്ട് നമുക്ക് ഉറപ്പിച്ചു പോകാം. അതിനുശേഷം ലൈറ്റിൻ്റെ 8ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്റർ ഉണ്ട്, അതും ഞാൻ നിങ്ങൾക്ക് ബോർഡിൽ തന്നെ ക്ലാസ് എടുത്ത് കൺസെപ്റ്റ് ഉറച്ച് പോകാം. അതിനുശേഷം 10ാം ക്ലാസ്സിലൊരു ക്ലാസ് ഉണ്ട്, അതിനകത്തും ഞാൻ ബോർഡിൽ തന്നെ ക്ലാസ് എടുത്ത് നിങ്ങൾക്ക് കൺസെപ്റ്റുകൾ ക്ലിയർ ആക്കി പറഞ്ഞു തരാം. അത് PSC മാത്രം, അല്ലെങ്കിൽ PSC റെപ്പറ്റേറ്റീവായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അപ്പുറത്തോട്ട് കൺസെപ്റ്റുകൾ ഇനി ഉറച്ചിരിക്കണം. കാരണം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പാറ്റേണുകൾ മാറുന്നുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡിന് കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പോൾ കാര്യം വൃത്തിയായിട്ട് അറിയാതെ കൺസെപ്റ്റുകൾ ഉറയ്ക്കാതെ നമുക്കിനി മുന്നോട്ട് പോകാൻ ഒക്കില്ല. അപ്പം ഞാൻ നിങ്ങളെ അങ്ങനെ ഹെൽപ്പ് ചെയ്യാനായിട്ടും ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ അഭിപ്രായങ്ങളും നിങ്ങൾ എന്നോട് പറയാം. 7ാം ക്ലാസ്, 6ാം ക്ലാസ്, 5ാം ക്ലാസ്, ഇത് ഓരോ ടോപ്പിക്കും, ഫോർ എക്സാമ്പിൾ ഫോഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫോഴ്സ്, ഫ്രിക്ഷൻ, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ, ഇങ്ങനെ പറയുന്ന പോർഷൻസ് ചിലപ്പോൾ 6ാം ക്ലാസ്സിലായിരിക്കും ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരിക്കലും ഫോഴ്സ് 6ൽ പഠിച്ച് നിർത്തുകയല്ല ചെയ്യുന്നത്. 6ാം ക്ലാസ്സിൽ പഠിച്ചു, അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ചിലപ്പോൾ 8ാം ക്ലാസ്സിൽ കാണും, പിന്നെ 10ാം ക്ലാസ്സിൽ കാണും. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഓരോ ചാപ്റ്റേഴ്സും തുടക്കം തൊട്ട് അവസാനം വരെ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് എടുത്തു തരാനാണ് ഉദ്ദേശിക്കുന്നത്. അത് ക്ലാസ് ആയിട്ട് എടുത്തു തന്നതിന് ശേഷം, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് PSC ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ 3 ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ 3 ചാപ്റ്റേഴ്സ് 3 വീഡിയോ ആയിട്ട് പറഞ്ഞുതരും. 4ാമത്തെ ആ ഒരു കാര്യം, അല്ലെങ്കിൽ 4ാമത്തെ വീഡിയോ ഫോഴ്സിനകത്ത് എന്തായിരിക്കും ഉൾപ്പെടുത്തുന്നത്, PSC ഇതുവരെ ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതോടുകൂടി ഫോഴ്സ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ നമുക്ക് തീർക്കാൻ പറ്റും. മനസ്സിലായല്ലോ. അപ്പം ഇതിനെ പറ്റിയിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക, നിങ്ങൾക്കത് താല്പര്യമുണ്ടോ ഇല്ലയോ. അങ്ങനെയാണ് ഞാൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവും എന്ന്. കുറേ പുസ്തകം വായിക്കുന്നതിനപ്പുറത്തോട്ട് ക്ലാസ് ആയിട്ട് കൺസെപ്റ്റ് വൈസ് ഉറപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആകും. സയൻസ് അറിയാൻ വയ്യാത്തവരുടെ കാര്യമാണ് പറയുന്നത്. ഫിസിക്സിനൊക്കെ മിടുക്കരായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുഴപ്പമില്ല. അതേസമയം സയൻസ് വിട്ടു നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കാണാതെ പഠിക്കുന്നതിനപ്പുറത്തോട്ട് അവർക്ക് കൺസെപ്റ്റ് ഉറയ്ക്കാൻ ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന ഉത്തമ വിശ്വാസത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ 2 കാര്യങ്ങളെ പറ്റിയിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതിനനുസരിച്ച് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ചാനൽ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എത്രയും പെട്ടെന്ന് കാണുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.